വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചു. സാങ്കേതിക നിയമ പരിശോധനയും പരിസ്ഥിതി അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ആശ്വാസ സഹായം നൽകുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. സാങ്കേതിക നിയമ പരിശോധന നടത്തും. പാരിസ്ഥിതിക അനുമതി ലഭിച്ച വേളയിൽ കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിച്ചാണോ കരാർ കമ്പനി പണി നടത്തിയതെന്നതിൽ പരിശോധന നടത്തും. ഈ 2 അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ജാർഖണ്ഡ് സ്വദേശിയായ തൊഴിലാളി അൻമോൽ റായ്, ബീഹാർ സ്വദേശിയായ സിവിൽ ഫോർമാൻ ബികാഷ് കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശിയായ ഓപ്പറേറ്റർ ചന്ദ്രപാൽ എന്നിവരാണ് മരിച്ചത്. 9 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർക്കായി ഇന്ന് രാവിലെ തെരച്ചിൽ തുടങ്ങി. മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ രാത്രിയോടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എയർലിഫ്റ്റ് വഴി മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലെത്തിക്കും. കാണാതായവർക്കായി ഇന്ന് അതിരാവിലെ മുതൽ ദൗത്യം പുനരാരംഭിച്ചിരിക്കുകയാണ്. കാണാതായവർക്കായി ഊർജിതമായ തെരച്ചിൽ നടത്തുക എന്നതിനാണ് നിലവിൽ പ്രഥമ പരിഗണനയെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. രക്ഷാദൗത്യം സുഗമമാക്കുന്നതിനായി ദുരന്തബാധിത പ്രദേശത്തെ പ്രധാനമായും 4 സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട്. NDRF, RRF, ഫയർഫോഴ്സ്, ലോക്കൽ പോലീസ് എന്നിവരടങ്ങുന്ന 500-ലധികം വരുന്ന വിപുലമായ സംഘമാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഓരോ സോണിലും പ്രത്യേക സംഘങ്ങളെ വിന്യസിച്ചുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത്. മണ്ണിനടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശീലനം സിദ്ധിച്ച കഡാവർ ഡോഗുകളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണവും NDRF സംഘം നടത്തുന്നുണ്ട്. കനത്ത മഴയും കോടമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇന്നലെ പുലർച്ചെ വരെ നീണ്ട ദൗത്യം ഇന്ന് രാവിലെ 6:30യോടെയാണ് പുനരാരംഭിച്ചത്. പ്രതികൂല സാഹചര്യമാണെങ്കിലും ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് ദൗത്യം തുടരുകയാണ്. കാണാതായ 5 പേരും കരാർ കമ്പനിയിലെ ജീവനക്കാരനാണെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഇവരുടെ താമസ സ്ഥലങ്ങൾ ഉരുൾപൊട്ടലിൽ തകർന്നു പോയിട്ടുണ്ട്. തൊഴിലാളികൾ താമസിച്ചിരുന്ന കണ്ടെയ്നറുകൾ മണ്ണിടിച്ചിലിൽ സ്ഥാനം തെറ്റിയ നിലയിലാണെങ്കിലും അവ മണ്ണിൽ പൂർണ്ണമായും പെട്ടിട്ടില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എങ്കിലും താമസ സ്ഥലത്തോ പരിസരത്തോ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്.